ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. അപ്പം നമ്മൾ 10th പ്രിലിംസിൻ്റെ ഒരു 30 days ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലേ. ഇന്ന് December 1, ഇനി അധിക ദിവസമില്ല. December 28 നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ, ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു സ്മാർട്ട് വർക്ക്, ഞങ്ങളുടെ ടിപ്സ്, ഞങ്ങളുടെ കോഡ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്താണേലും ഉപകാരപ്പെടും. നിങ്ങൾ ഏതായാലും ഇതൊന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എക്സാം എഴുതി കഴിയുമ്പോൾ ഞങ്ങളോട് വന്ന് കമൻറ്റ് ബോക്സിൽ ഏതായാലും പറയും താങ്ക് യു. അപ്പം നിങ്ങൾ ഏതായാലും ഞങ്ങളുടെ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശിലകളെക്കുറിച്ചാണ്. ശിലകളുടെ ഫുള്ള് നോട്ട്സ് അല്ല നമ്മൾ തരാൻ പോകുന്നത്. നമ്മൾ SCERT കിടക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ആ എക്സാമ്പിൾസ് തന്നെയാണ് PSC തന്നെയും പിന്നെയും തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ എക്സാമ്പിൾസും മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇതൊരു ലെങ്തി വീഡിയോ ആക്കാൻ വേണമെങ്കിൽ ശിലകളെക്കുറിച്ചുള്ള മുഴുവൻ ടോപ്പിക് എടുത്ത്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും നമുക്ക് പ്രിലിംസ് ഒന്ന് അടിച്ചെടുക്കണം. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കുറച്ച് നോട്ട്സേ ഉള്ളൂ. എഴുതി വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ 2 തവണ ഒന്ന് വീഡിയോ കണ്ടാൽ മതി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പിന്നെ പഠിക്കേണ്ടേ വരത്തില്ല, മനസ്സിലത് ക്ലിക്ക് ആയിക്കോളും. ഓക്കെ, അപ്പം ആദ്യത്തെ ശിലയാണ് ആഗ്നേയശില. ആഗ്നേയശിലയ്ക്ക് 2 എക്സാമ്പിൾസാണ് നമുക്ക് SCERT മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്: ഗ്രാനൈറ്റ്, ബസാൾട്ട്. ആഗ്നേയശില, ഗ്രാനൈറ്റ്, ബസാൾട്ട്. അടുത്താണ് അവസാദശില. അവസാദശിലയ്ക്ക് എക്സാമ്പിൾസാണ് മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. അവസാദശില, മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. അടുത്തതാണ് കായാന്തരിതശില. കായാന്തരിതശിലയ്ക്ക് എക്സാമ്പിൾസാണ് മാർബിള്, സ്ലേറ്റ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആഗ്നേയശിലയ്ക്ക് എക്സാമ്പിൾസാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്. അവസാദശിലയ്ക്ക് എക്സാമ്പിളാണ് മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. കായാന്തരിതശിലയ്ക്ക് എക്സാമ്പിളാണ് മാർബിള്, സ്ലേറ്റ്. ഇനി ഒരു 3 പോയിന്റ്സ് കൂടെ നോക്കാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ്? ആഗ്നേയശില. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ്? അവസാദശില. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ്? കായാന്തരിതശില. ഒന്നുകൂടെ പറയാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആഗ്നേയശില, ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അവസാദശില, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിതശില. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും പോയിന്റ്സ് പഠിക്കാൻ ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. 2 തവണ വീഡിയോ കേൾക്കുക, ഉറപ്പായിട്ട് നിങ്ങളുടെ മൈൻഡിൽ അത് കയറിയിരിക്കും. ഇനിയും വീഡിയോസും ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഉറപ്പായിട്ടും ഞങ്ങളത് പരിഗണിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തന്നെ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്